നമസ്കാരം. മാതാപിതാക്കളുടെ മരണത്തെ തുടർന്ന് വിഷാദ രോഗം ബാധിച്ചതോടെ കഴിഞ്ഞ 3 വർഷമായി പുറം ലോകവുമായി ബന്ധമില്ലാതെ തന്റെ ഫ്ളാറ്റിൽ ദുരിത ജീവിതം നയിച്ച 55-കാരന് മോചനം. മനുഷ്യ വിസർജ്യം നിറഞ്ഞ മുറിയിൽ ഏകാന്തവാസത്തിലായിരുന്ന അനൂപ് കുമാർ നായരെ സോഷ്യൽ ആൻഡ് ഇവാഞ്ചലിക്കൽ അസോസിയേഷൻ ഫോർ ലവ്, അതായത് സീൽ സാമൂഹ്യ പ്രവർത്തകർ ചേർന്നാണ് രക്ഷിച്ചത്. വല്ലപ്പോഴും ഓൺലൈനായി ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നത് മാത്രമാണ് അനൂപ് കുമാറിന് പുറം ലോകവുമായി ഉണ്ടായിരുന്ന ഏക ബന്ധം. അനൂപ് കുമാറിനെ പൻവേലിലെ സീൽ ആശ്രമത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി തൻ്റെ ഫ്ളാറ്റിൽ അനൂപ് കുമാർ അടച്ചിരിക്കുകയായിരുന്നു. കമ്പ്യൂട്ടർ പ്രോഗ്രാമറായി ജോലി ചെയ്തിരുന്ന അനൂപ് ജുയിനഗറിലെ ഫ്ളാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. മുംബൈയിലെ ടാറ്റ ഹോസ്പിറ്റലിലായിരുന്നു അച്ഛൻ VP കുട്ടിക്കൃഷ്ണൻ നായർ ജോലി ചെയ്തിരുന്നത്. അമ്മ പുനമ നായർ ഇന്ത്യൻ വ്യോമസേനയിലെ ടെലികമ്മ്യൂണിക്കേഷൻ ബ്രാഞ്ചിൽ വർക്ക് ചെയ്തിരുന്നു. ഇരുവരുടെയും മരണത്തോടെ അനൂപ് കൂടുതൽ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. 20 വർഷം മുൻപ് അനൂപിൻ്റെ മൂത്ത സഹോദരൻ ആത്മഹത്യയും ചെയ്തു. കഴിഞ്ഞ 6 വർഷത്തിനിടെ മാതാപിതാക്കൾ മരിച്ചതോടെ വിഷാദ രോഗത്തിന് അടിമയായ അനൂപിൻ്റെ ജീവിതം ആ ഫ്ളാറ്റിൽ ഒതുങ്ങി. തൻ്റെ ഫ്ളാറ്റിന് പുറത്ത് പോകാൻ അനൂപ് വിസമ്മതിച്ചുവെന്ന് സീലിലെ പാസ്റ്റർ KM ഫിലിപ്പ് പറയുന്നു. വീട്ടിലെ മിക്ക ഫർണിച്ചറുകളും ആരോ എടുത്തുകൊണ്ടുപോയതായാണ് വിവരം. സ്വീകരണ മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കസേരയിൽ ഇരുന്നാണ് അനൂപ് കഴിഞ്ഞ 3 വർഷമായി ഉറങ്ങുക വരെ ചെയ്തിരുന്നതെന്നും ഫിലിപ്പ് പറയുന്നു. അനൂപ് കുമാറിൻ്റെ ദുരിത ജീവിതത്തെക്കുറിച്ച് അതേ ഫ്ളാറ്റിലെ മറ്റ് താമസക്കാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് സീലിലെ സാമൂഹിക പ്രവർത്തകർ സഹായവുമായി എത്തിയത്. അനൂപിനെ രക്ഷപ്പെടുത്തുമ്പോൾ കാലിൽ അണുബാധയുണ്ടായിരുന്നുവെന്നും അതിന് അടിയന്തര വൈദ്യചികിത്സ നൽകിയെന്നും സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു. മാതാപിതാക്കളുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ബന്ധുക്കളെ ആരെയും വിശ്വസിക്കാൻ അനൂപ് കൂട്ടാക്കിയില്ല. അനൂപ് തൻ്റെ ഫ്ളാറ്റിൻ്റെ വാതിൽ വളരെ അപൂർവമായി മാത്രമേ തുറക്കാറുള്ളൂ. മാലിന്യം പോലും പുറത്ത് കളയാറില്ല. അതുകൊണ്ട് തന്നെ സൊസൈറ്റി അംഗങ്ങൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മാലിന്യം പുറത്ത് കളയാൻ പ്രേരിപ്പിക്കേണ്ടി വരുന്നു. മാതാപിതാക്കളുടെ സ്ഥിര നിക്ഷേപം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റാനും തങ്ങൾ അനൂപിനെ സഹായിച്ചുവെന്നും അനൂപിൻ്റെ തൊട്ടടുത്ത അയൽക്കാരനും ഖർകൂൾ CHSSൻ്റെ ചെയർപേഴ്സണുമായ വിജയ് ഷിബെ പറഞ്ഞു. ഒരാൾക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോൾ ഏകാന്തതയും വൈകാരിക ക്ലേശവും അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. ചിലർക്ക് ഈ ദുഃഖം, നിസ്സഹായത, നിരാശ എന്നിവയുടെ തീവ്രമായ വികാരങ്ങളാൽ അടയാളപ്പെടുത്തുന്ന ഒരു വിഷാദഘട്ടത്തിലേക്ക് പരിണമിച്ചേക്കാം. വിഷാദം രൂക്ഷമാകുമ്പോൾ വ്യക്തികൾ സാമൂഹികമായി പിന്മാറാൻ തുടങ്ങിയേക്കാം. മസിന ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റായ ഡോക്ടർ പ്രിയങ്ക മഹാജൻ പറയുന്നത് ഇപ്രകാരമായിരുന്നു.